ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1105 ദിവസമായ ഇന്ന് 2024 മെയ് മാസം 24 തീയതി വെള്ളിയാഴ്ച, 1199 ആണ്ട് ഇടവമാസം 9 തീയതി. ഗുരുവചനങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും ആത്മീയവുമായുള്ള സർവശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്ന് ഭവിക്കുന്നതിന് സമുദായാംഗങ്ങളുടെ മതനിഷ്ഠയും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ്. ശാരീരികമായും മാനസികമായും ആത്മീയവുമായുള്ള സർവശ്രേയസ്സുകളും ഒരു സമുദായത്തിന് വന്ന് ഭവിക്കുന്നതിൽ സമുദായാംഗങ്ങളുടെ മതനിഷ്ഠയും സദാചാരവും വലുതായി സഹായിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ബോധവും വസ്തുവും ഒന്നാവുന്ന നിലയിലേക്ക് ഉയരുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ഗുരുദേവ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിലാണ്. ഇത് ഗുരുദേവൻ സശരീരനായിരുന്നപ്പോഴായിരുന്നു. ഇറ്റലിക്കാരനായ പ്രൊഫസർ തവറലി എന്ന വിദഗ്ധ ശില്പിയാണ് പ്രതിമ നിർമ്മിച്ചത്. ഈ പ്രതിമാ നിർമ്മാണത്തിനായി ശില്പിക്ക് കൊടുക്കുവാൻ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വേണമായിരുന്നു. അങ്ങനെ പ്രതിമാ നിർമ്മാണ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ശേഖരൻ എന്ന ഫോട്ടോഗ്രാഫർ തലശ്ശേരിയിൽ നിന്നും ശിവഗിരി മഠത്തിലെത്തി. ശാരദാമഠത്തിന് സമീപത്തെ വൃക്ഷത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഗുരു. എവിടുന്ന്? ശേഖരൻ. തലശ്ശേരിയിൽ നിന്ന് പ്രതിമയുണ്ടാക്കുന്നതിനായി സ്വാമി തൃപ്പാദങ്ങളുടെ ഫോട്ടോ എടുക്കുവാൻ നിർമ്മാണ കമ്മിറ്റി അയച്ചതാണ്. ഗുരു. അറിയാമോ? ശേഖരൻ. അറിയാം. അടുത്തു നിന്ന് ഒരു മാവിലെ മാങ്ങ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു. ഈ മാങ്ങയുടെ പടം എടുക്കാമോ? ശേഖരൻ. എടുക്കാം. ഗുരു. അതിൻ്റെ രസപ്പടം എടുക്കാമോ? ശേഖരന് മറുപടി ഉണ്ടായില്ല. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.